everyone, welcome to Masterminds online classes. നമ്മുടെ മൈനർ സബ്ജക്റ്റ് ആയിട്ടുള്ള ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ് എന്താ, അതിൻ്റെ ഡെഫിനിഷൻ എന്താ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ഗിവൺ ബിലോ. ഫസ്റ്റ് വണ്, സ്റ്റാറ്റിസ്റ്റിക്സ് സിംപ്ലിഫൈസ് കോംപ്ലക്സ് ഡാറ്റ. വളരെ സങ്കീർണമായിട്ടുള്ള, ബുദ്ധിമുട്ടേറിയ, ടഫായിട്ടുള്ള ഡാറ്റയെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. With the help of statistics, a mass of data can be presented in such a manner that they become easy to understand. അല്ലേ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് ഡാറ്റയെ മാറ്റാൻ സാധിക്കുന്നുണ്ട്. എക്സാമ്പിൾ, കോംപ്ലക്സ് ഡാറ്റ മേ ബി പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് ടോട്ടൽസ്, ആവറേജസ്, പെർസെൻറ്റേജസ് എക്സെട്ര. അല്ലേ, നമുക്ക് ചിലപ്പോൾ ചില ഡാറ്റയെ നമുക്ക് എന്ത് പറയാം, ശതമാനത്തിൻ്റെ രൂപത്തിൽ പറയാൻ സാധിക്കും. ചില ഡാറ്റയെ നമുക്ക് ശരാശരിയുടെ രൂപത്തിൽ പറയാൻ സാധിക്കും. ചിലതിനെ നമ്മൾ ടോട്ടലായിട്ട് പറയാൻ സാധിക്കും. അല്ലേ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ മൊത്തം വിദ്യാർത്ഥികളുടെ എണ്ണം, വിദ്യാർത്ഥികളുടെ പേര് മാത്രമുള്ള ഒരു ഷീറ്റ് കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം, എത്ര വിദ്യാർത്ഥികൾ അതുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതെല്ലാം എണ്ണി നോക്കണം. അല്ലേ, അല്ല, നേരെ മറിച്ച് നമുക്ക് ആ ഓരോ ക്ലാസ്സിലെയും വിദ്യാർത്ഥികളുടെ എണ്ണം വെച്ചിട്ടുള്ള ഒരു ടേബിളാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ടോട്ടൽ ചെയ്തിട്ട് എത്ര കുട്ടികൾ ആ സ്കൂളിലുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലേ, അതുപോലെ തന്നെ നമ്മുടെ ദേശീയ വരുമാനം, ഒരാളുടെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലെ ശരാശരി ആളുകളുടെ ശരാശരി വരുമാനം എത്രയാണ് നമ്മളെങ്ങനെ കാണുക, നമ്മൾ ഓരോരുത്തരുടെയും വരുമാനം അതിൻ്റെ നമ്പർ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ശരാശരി കിട്ടും. അല്ലേ, അപ്പോൾ ആ ശരാശരി കിട്ടിയാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കും, ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും ഒരു ഏറെക്കുറെ വരുമാനം ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമുക്ക് ശരാശരിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആവറേജിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റയെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസൻസ് ദ ഫാക്ട്സ് ഇൻ എ ഡെഫിനിറ്റ് ഫോം. വളരെ കൃത്യമായിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള രൂപത്തിൽ നമുക്ക് ഫാക്റ്റുകളെ അല്ലെങ്കിൽ ഫെയ്റ്റുകളെയൊക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ബൈ സ്റ്റേറ്റിംഗ് കൺക്ലൂഷൻസ് ഇൻ എ ന്യൂമറിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് ഫോം വി ക്യാൻ അച്ചീവ് ഡെഫിനിറ്റ്നെസ്. അല്ലേ, നമുക്ക് വളരെ വലിയ ഡാറ്റയോ അല്ലെങ്കിൽ വളരെ നമുക്ക് നോക്കിയാൽ പിടി കിട്ടാത്ത പല ഡാറ്റയും നമുക്ക് ഒറ്റ വാക്കിലൂടെ, ഇപ്പോൾ ശരാശരിയിലൂടെ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജിലൂടെയൊക്കെ നമുക്ക് ഡെഫിനിറ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി മൂന്നാമതായിട്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ടെക്നിക്സ് ഓഫ് കമ്പാരിസൺ. അല്ലേ, രണ്ട് സാധനങ്ങൾ, ഇപ്പോൾ ഒരു രണ്ട് സ്ഥലത്തെ ദേശീയ വരുമാനം അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അല്ലേ, ജീവിത നിലവാരം, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാനുള്ള ടെക്നിക്കുകൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നാണ് കിട്ടുന്നത്. ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് സച്ച് എസ് ആവറേജ് റേഷ്യോ, പെർസെൻറ്റേജസ് എക്സെട്ര, ഡാറ്റ ക്യാൻ ബി മെയ്ഡ് കമ്പയറബിൾ ഫോർ ഡ്രോയിങ് കൺക്ലൂഷൻ. അല്ലേ, നമുക്ക് രണ്ട് സ്ഥലത്തെ ഡാറ്റ പരസ്പരം താരതമ്യം ചെയ്യാനും അതിന് അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ആ ഡാറ്റ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ, ഒരു നിഗമനത്തിലേക്ക് എത്താനും എല്ലാം നമ്മളെ സഹായിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളാണ്. അടുത്തതായിട്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡീസ് റിലേഷൻഷിപ്പ്. സ്റ്റാറ്റിസ്റ്റിക്സ് പരസ്പര ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നു. കോറിലേഷൻ അനാലിസിസ് ഈസ് യൂസ്ഡ് ടു ഡിസ്കവർ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിനോമിന. അപ്പോൾ രണ്ട് സംഭവ വികാസങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള, രണ്ട് ഫാക്റ്റുകൾ തമ്മിലുള്ള പരസ്പര ബന്ധമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് രണ്ട് സാധനങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരാളുടെ വരുമാനവും അയാളുടെ ചെലവും തമ്മിൽ, അല്ലെങ്കിൽ ഒരാളുടെ വരുമാനവും അയാളുടെ കൺസംഷനും തമ്മിൽ, ഇൻകവും കൺസംഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, നമുക്ക് കോറിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂള് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ബന്ധം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ്. പരസ്യവും വിൽപ്പനയും, അഡ്വർടൈസ്മെൻറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻ ക്യാൻ ബി ഈസിലി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോറിലേഷൻ. കോറിലേഷൻ ടെക്നിക്കിൻ്റെ സഹായത്തോടെ നമുക്ക് ഈസി ആയിട്ട് ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 5, സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ്. അല്ലേ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഗവൺമെൻറ്റിനും ഒക്കെ പുതിയ പുതിയ പോളിസീസ് രൂപകൽപ്പന ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. മെനി പോളിസീസ് ആർ ഫ്രെയിംഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ലൈക്ക് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, വേജ് പോളിസി എക്സെട്ര. അല്ലേ, എക്സ്പോർട്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ എക്സ്പോർട്ട്, ഇവിടുന്ന് മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിച്ചിട്ടാണ്. ഇപ്പോൾ കുറവാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള, കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് എക്സ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലേ, അപ്പോൾ എക്സ്പോർട്ട് പ്രോത്സാഹിപ്പിക്കാനുള്ള
ഒരുപാട് പോളിസി ഗവൺമെൻറ് എടുക്കും. അതല്ല നമ്മുടെ നാഷണൽ ഇൻകം കുറവാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇൻകം വർദ്ധിപ്പിക്കാനുള്ള പോളിസീസ് എടുക്കും. ഈ പോപ്പുലേഷൻ കൂടുതലാണ്, ജനസംഖ്യ കൂടുതലാണെങ്കിൽ ഓവർ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനുള്ള പോളിസീസ് എടുക്കും. അപ്പോൾ പോളിസീസ് ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രവചനം, പ്രവചിക്കാൻ സഹായിക്കുന്നു. ദ ഫ്യൂച്ചർ ബിഹേവിയർ ഓഫ് എ ഫിനോമിന സച്ച് എസ് മാർക്കറ്റ് സിറ്റുവേഷൻ ഫോർ ഫ്യൂച്ചർ ഇൻ ദ predicted is predicted on the basis of available statistics of past and present. അല്ലേ, ഇപ്പോൾ നിലവിലുള്ള ഡാറ്റയുടെയും അതുപോലെ കഴിഞ്ഞ കാലത്തുള്ള ഡാറ്റയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭാവിയിൽ മാർക്കറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാമെന്ന് പ്രവചിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടു കൂടി സാധിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കമ്പനി ഒരു പുതിയ ടെക്നിക്ക് യൂസ് ചെയ്തു. ആ കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് എത്ര ഉണ്ട്, ആ കമ്പനി കഴിഞ്ഞ വർഷത്തെ വിറ്റുവരവ് എത്ര ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടും, അപ്പോൾ ഇപ്പോൾ ആ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയിട്ടും ആ കമ്പനി ഭാവിയിൽ പൂട്ടിപ്പോവോ അല്ലെങ്കിൽ ആ കമ്പനി ഭാവിയിൽ വളരുമോ തകരുമോ എന്നൊക്കെ നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. അല്ലേ, പ്രവചനം 100% സത്യമാണെന്നില്ല എങ്കിൽ പോലും നമുക്കിങ്ങനെ ഇപ്പോഴുള്ള ഒരു കച്ചവടമൊക്കെ നോക്കിയിട്ട് ആ കമ്പനി പൂട്ടിപ്പോവോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അല്ലേ, അതാണ്. അടുത്തതായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് ടു ടെസ്റ്റ് ആൻഡ് ഫോർമുലേറ്റ് തിയറീസ് ടെസ്റ്റ് ചെയ്യാനും അതുപോലെ പുതിയ തിയറീസ് ഉണ്ടാക്കാനും ഉള്ള തിയറീസ് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ കഴിയും. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ആൻഡ് ടെക്നിക്സ് ആർ യൂസ്ഫുൾ വൈൽ ടെസ്റ്റിംഗ് തിയറീസ്. എക്സാമ്പിൾ, വെദർ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അഫക്റ്റ് ദ പ്രൈസ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ കളക്ടിങ് ആൻഡ് കമ്പയറിംഗ് ദ റെലവൻറ്റ് ഡാറ്റ. ഉദാഹരണത്തിന് ഒരു സാധനത്തിന് പ്രൈസ് കൂടുമ്പോൾ അതിന് ഡിമാൻഡ് കൂടോ കുറയോ, അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡിൽ എത്രത്തോളം മാറ്റമുണ്ടെന്നൊക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻ? അല്ലേ, എക്കണോമിക്സിൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മനസ്സിലായി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇല്ലാതെ കാര്യങ്ങളൊന്നും എക്കണോമിക്സിൽ നടക്കുന്നില്ല എന്നല്ലേ. നമ്മുടെ ഡാറ്റ, എക്കണോമിക് ഡാറ്റയെ അനലൈസ് ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും അത് വെച്ചിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാനും ഭാവി എന്താവുമെന്ന് ഫോർകാസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ നെസസറി ആണെന്ന് നമ്മൾ കണ്ടു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്നുള്ളതാണ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ? നമുക്കറിയാം, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷണമാണ് അല്ലേ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? It is a systematic process of collecting, analyzing, interpreting and presenting data to draw meaningful conclusion. അപ്പോൾ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഡാറ്റയെ കളക്ട് ചെയ്യാനും ശേഖരിക്കാനും അവയെ വിശകലനം ചെയ്യാനും അതുപോലെ അവയെ വ്യാഖ്യാനിക്കാനും അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാണ് വളരെ കൃത്യമായിട്ടുള്ള കൺക്ലൂഷൻ, നിഗമനങ്ങളിൽ എത്തിച്ചേരാനും സാധിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ്, ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ എക്കണോമിക്സ്, ബിസിനസ്, ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സയൻസസ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ബിസിനസ്സുകളിലും അതുപോലെ എക്കണോമിക്സിലും സോഷ്യൽ സയൻസിലും ഒക്കെ വ്യാപകമായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റെപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സാധനത്തെക്കുറിച്ച് ഒരു ഡാറ്റയെ പഠിക്കുകയും അതിൽ നിന്ന് നമ്മൾ നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് ഡിഫൈനിങ് ദ പ്രോബ്ലം അല്ലേ. ഇപ്പം നമ്മൾ റിയൽ ലൈഫിൽ ഒരു പ്രോബ്ലം കാണുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ പ്രോബ്ലത്തെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം, നിർവചിക്കേണ്ടതുണ്ട്. ഐഡൻറ്റിഫൈ the objective or purpose of study. ഈ ഒരു ഡിഫൈൻ ദ പ്രോബ്ലം എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡാറ്റയുടെ നമ്മുടെ സ്റ്റഡിയുടെ പഠനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നും ലക്ഷ്യങ്ങൾ എന്താണെന്നും ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് നിർവചിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ. അങ്ങനെ നമുക്ക് എന്താ വേണ്ടതെന്നൊക്കെ ഒരു പ്ലാനൊക്കെ നമ്മൾ തയ്യാറാക്കി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യാൻ പോകണം അല്ലേ. കളക്ഷൻ ഓഫ് ഡാറ്റ ഈസ് ദ second step in a statistical inquiry. Statistical data are mainly classified into primary and secondary data. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ രണ്ട് തരത്തിലുള്ള ഡാറ്റ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. പ്രൈമറി ഡാറ്റ ആർ ഡാറ്റ കളക്റ്റഡ് ഡയറക്ട്ലി ത്രൂ സർവേ. സർവേയിലൂടെയോ അല്ലെങ്കിൽ ഡയറക്ട്ലി ഫ്രം ഫസ്റ്റ് ഹാൻഡ് സോഴ്സസ് ബൈ മീൻസ് ഓഫ് സർവേസ്, ഒബ്സർവേഷൻസ്, എക്സ്പെരിമെൻറ്റ്സ്. ഒബ്സർവേഷനിലൂടെ, നിരീക്ഷണത്തിലൂടെ, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സിലൂടെ, എന്തെങ്കിലും പരീക്ഷണങ്ങളിലൂടെ, അല്ലെങ്കിൽ സർവേ, എല്ലാ വ്യക്തികളുടെ കയ്യിൽ നിന്നും നമ്മൾ നേരിട്ട് പോയി വിവരങ്ങൾ ശേഖരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തി നേരിട്ട് പോയി ശേഖരിച്ച് കിട്ടുന്ന വിവരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ദീസ് ആർ ഡാറ്റ ദാറ്റ് ഹാസ് നോട്ട് ബീൻ പ്രീവിയസ്ലി പബ്ലിഷ്ഡ്. ഇത് മുന്നേ പബ്ലിഷ് ഒന്നും ചെയ്തിട്ടുള്ള ഡാറ്റയല്ല. കാരണം എന്താ, നമ്മളാണ് ആദ്യമായിട്ട് ആ ഒരു അന്വേഷണത്തിന് ഇറങ്ങുന്നത്, അല്ലേ, ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങുന്നത് നമ്മളാണ് ആളുകളുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ്ലി ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഡാറ്റ ഇങ്ങനെ കളക്ട് ചെയ്യാണ്, സർവേയിലൂടെ ഒക്കെ, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിലൂടെ, അല്ലെങ്കിൽ കേസ് സ്റ്റഡിയിലൂടെ ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന, മുന്നേ പബ്ലിഷ് ഒന്നും ചെയ്യാത്ത ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. Secondary data are data collected from other sources including published and online resources. Secondary data എന്ന് പറഞ്ഞാൽ നമ്മളെ സെക്കൻഡ് ഹാൻഡ് പോലെയാണ്. അതായത് ഓൾറെഡി വേറൊരാൾ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ നമ്മളെ പഠനത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മുടെ സ്റ്റഡിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡറി ഡാറ്റ മുഖ്യമായിട്ടും കിട്ടുന്നത് ചിലപ്പോൾ ചില ബുക്കിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ലൈബ്രറി പോയാൽ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ, ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ വിക്കിപീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും. അത്തരം വിവരങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. നേരത്തെ പബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. ഫോർ എക്സാമ്പിൾ, RBIയുടെ ബുള്ളറ്റിൻ, നാഷണൽ അക്കൗണ്ട്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ പബ്ലിഷ്ഡ് ഡാറ്റ. അപ്പോൾ RBI എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വർഷവും അതിൻ്റേതായിട്ടുള്ള ഡാറ്റകൾ പുറത്തു വിടാറുണ്ട്. എത്രയായിരിക്കണം CR, ക്യാഷ് റിസർവ് റേഷ്യോ, അല്ലെങ്കിൽ പലിശ നിരക്ക്, ഇതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വിടാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഡാറ്റാസ് കിട്ടും. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, സെക്കൻഡറി ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. വ്യക്തി നേരിട്ട് പോയി കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡാറ്റ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലാണ് എത്തിയിട്ടുള്ളത്. മൂന്നാമത്തെ സ്റ്റേജാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഈ കിട്ടിയ ഡാറ്റയെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക, ഒന്ന് ക്രമീകരിക്കുക. അപ്പോൾ organization of data refers to the arrangement of data in such a form that comparison of mass of similar data may be facilitated and further analysis may be possible. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് കിട്ടിയിട്ടുള്ള മാസ് ഡാറ്റയാണ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിൻ്റെ മുഴുവൻ ഡാറ്റയാവും നമ്മുടെ കയ്യിലുണ്ടാവുക. ഇത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന തരത്തിൽ വളരെ ആകർഷകമായ രീതിയിൽ ഇതിനെ ഒന്ന് ക്രമീകരിക്കുക, അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയെ നമ്മളങ്ങനെ ക്വസ്റ്റ്യനെയറിൻ്റെ രൂപത്തിൽ, ആളുകൾ ടിക്കിട്ട രൂപത്തിലൊക്കെ ആയിരിക്കും, അല്ലേ. ഇനി നമ്മൾ അതിന് എന്ത് ചെയ്യണം, ടേബിൾ ആക്കുക. ഒരു ടേബിൾ നോക്കിയാൽ നമുക്ക് എളുപ്പം കാര്യങ്ങൾ മനസ്സിലാവും. അല്ലെങ്കിൽ ടേബിൾ ആക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ആക്കാം, അല്ലേ, അല്ലെങ്കിൽ ഒരു ഡയഗ്രം, പൈ ഡയഗ്രം, അങ്ങനെയുള്ള ആകർഷകമായിട്ടുള്ള രീതിയിൽ നമ്മളിങ്ങനെ മാറ്റുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി an important method of organization of data is to distribute data into different classes or subclasses. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു മാസ് ഡാറ്റേനെ ഡിഫറെൻറ്റ് സബ് ക്ലാസ് ആക്കിയിട്ട്, അല്ലെങ്കിൽ സബ് കാറ്റഗറി ആക്കിയിട്ട് മാറ്റുക എന്നുള്ളത്, അതിൻ്റെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ മാറ്റുക എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയിലെ 500 കുടുംബങ്ങളിലെ കുടുംബനാഥന്മാരുടെ ഇൻകം, വരുമാനത്തിൻ്റെ ഡാറ്റയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ക്ലാസിഫൈ ചെയ്യും, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ 0 to 10,000 നമുക്ക് ക്ലാസ് വയ്ക്കാം, അല്ലേ. 10,000 വരെ വരുമാനമുള്ള എത്ര ആളുകളുണ്ട്, ഒരു ടേബിൾ ആക്കിയിട്ട് മാറ്റാം, അല്ലേ. 10,000 വരെ വരുമാനമുള്ള എത്ര ആളുണ്ട്, അല്ലെങ്കിൽ 20,000 രൂപ വരെ വരുമാനമുള്ള എത്ര ആളുണ്ട്, 30,000 വരെ ഉള്ള എത്ര ആളുണ്ട്. അങ്ങനെ നമുക്കിങ്ങനെ ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സിലും എത്ര ആൾ വരുന്നു എന്നുള്ള രീതിക്ക് നമുക്കതിനെ ഓർഗനൈസ് ചെയ്യാം. ഇനി നാലാമത്തെ സ്റ്റേജാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. അങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് ടേബിളിലൊക്കെ ആക്കിയ ഡാറ്റ നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം? പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ മീൻസ് എക്സിബിഷൻ ഓഫ് ഡാറ്റ ഇൻ സച്ച് എ ക്ലിയർ ആൻഡ് അട്രാക്റ്റീവ് മാനർ ദാറ്റ് ദീസ് ആർ ഈസിലി അണ്ടർസ്റ്റുഡ് ആൻഡ് അനലൈസ്ഡ്. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാനും സാധിക്കുന്ന രീതിയിൽ, ആകർഷകമായ രീതിയിൽ ഇവയെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ക്ലാസ്സസ് ആക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇതിനെ ടേബിളും അതുപോലെ
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫും ചാർട്ടും ഒക്കെ ആക്കി പൈ ചാർട്ടൊക്കെ ആക്കി മാറ്റുന്നത് ഈ ഒരു പ്രസൻറ്റേഷനിലാണ്. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയിൽ നമ്മൾ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇങ്ങനെ ഇത്ര ക്ലാസ്സിൽ എത്ര ആളുണ്ട് എന്നിങ്ങനെ നമ്മൾ കണക്ക് കൂട്ടേ ഉള്ളൂ. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെയാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡാറ്റ ടേബിളിലും അല്ലെങ്കിൽ ചാർട്ടിലും ഗ്രാഫിലൊക്കെ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ ഇത് പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഡയഗ്രാം ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റിലൂടെ പ്രസൻറ്റ് ചെയ്യാം, അല്ലേ, ടേബിളിലാക്കാം, ഒക്കെ ചെയ്യാം. അഞ്ചാമതായിട്ടുള്ള സ്റ്റേജാണ് അനാലിസിസ് ഓഫ് ഡാറ്റ. അങ്ങനെ നമ്മൾ ഡാറ്റ പ്രസൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഈ ഡാറ്റയെ നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്, അല്ലേ. സോ അനാലിസിസ് ഓഫ് ഡാറ്റ ഈസ് എ ടെക്നിക് ത്രൂ വിച്ച് സിഗ്നിഫിക്കൻറ്റ് ഫാക്ട്സ് ഫ്രം ദി ന്യൂമറിക്കൽ ഡാറ്റ ആർ എക്സ്ട്രാക്റ്റഡ്. അപ്പോൾ ഈ ഒരു ന്യൂമറിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയിൽ നിന്നും ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫാക്ട്, അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട സത്യങ്ങൾ അല്ലെങ്കിൽ ഫാക്റ്റുകൾ, വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ തരം തിരിച്ചെടുക്കണം, അല്ലേ. ഇതിനെയാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് important objects of statistical analysis is to get a single value that describes the characteristics of whole data. നമ്മുടെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ പ്രസൻ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു മൊത്തം ഡാറ്റയെയും പ്രതിനിധീകരിക്കുന്ന, നമ്മൾ അതിനെ മൊത്തം കാണിക്കുന്ന ഒരു സിംഗിൾ വാല്യൂ, ഒരൊറ്റ വാല്യൂ കിട്ടുക, റെപ്രസെൻ്റ് ചെയ്യുന്ന ഒറ്റ വാല്യൂ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അനാലിസിസ് ഓഫ് എൻ എക്കോണമി or other problems is not possible without use of certain statistical tools. ഇത് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഇല്ലാതെ നമുക്ക് ലഭ്യമാകില്ല. അത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിട്ടുള്ള മീൻ, മീഡിയൻ, മോഡ് തുടങ്ങിയ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരൊറ്റ വാല്യൂ കണ്ടെത്തുന്നത്. ആ ഒരു വാല്യൂ, ഇപ്പോൾ ഒരു സ്ഥലത്തെ ഒരു ശരാശരി വരുമാനം, ഒരു മുനിസിപ്പാലിറ്റിയിലെ ശരാശരി വരുമാനം കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു 500 ഒരു മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ആളുകളുടെയും കൂടെയുള്ള ശരാശരി വരുമാനം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും ഏറെക്കുറെ, ചിലർ 450, ചിലർ 600 വാങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ഏറെക്കുറെ 500ൻ്റെ മുകളിലും താഴേക്കായിട്ടാണ് കുറച്ച് ആളുകൾ ഈ ഒരു സാലറി വാങ്ങുന്നത് നമുക്ക്, അല്ലെങ്കിൽ അവരുടെ വരുമാനം 500-ന് ഉള്ളിലാണെന്ന് നമുക്ക്, അല്ലെങ്കിൽ 500-മായിട്ട് ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉപയോഗിച്ച് നമുക്കൊരു സിംഗിൾ വാല്യൂ ദാറ്റ് റെപ്രസെൻറ്റ് ഹോൾ ഫാക്ട് ക്യാൻ ബി ഡ്രോൺ. നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ്, 6th സ്റ്റെപ്പാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. അങ്ങനെ നമ്മൾ ഡാറ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കിട്ടിയ ഡാറ്റ എന്ത് ചെയ്യണം, വ്യാഖ്യാനിക്കണം, അല്ലേ, ഇൻ്റർപ്രിറ്റ് ചെയ്യണം. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയുടെ അവസാനത്തെ സ്റ്റേജാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ആഫ്റ്റർ മേക്കിംഗ് അനാലിസിസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, വി ഇൻ്റർപ്രിറ്റ് ദ ഡാറ്റ to derive some conclusions in order to formulate certain policies, അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഡാറ്റയെ നമ്മൾ എന്തിലേക്ക് മാറ്റണം, കുറച്ച് കൺക്ലൂഷൻസ്, അത് ആ ഡാറ്റയിൽ നിന്ന് നമ്മൾ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരണം. ആ നിഗമനങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പുതിയ പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഡാറ്റ, നമ്മളിപ്പോൾ ഒരു പോപ്പുലേഷനെ കുറിച്ചുള്ള ഡാറ്റ ഒക്കെ നമുക്ക് കിട്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം ഒരു 160 കോടിയാണെന്നൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ, നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഈ 160 കോടി എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യ 1ാം സ്ഥാനത്താണ് എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു, അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. എല്ലാ രാജ്യങ്ങളും അവരുടെ പോപ്പുലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, അനലൈസ് ചെയ്തിട്ട് ഒരു ഡാറ്റയിലെത്തി, ഇത്ര കോടി അല്ലെങ്കിൽ ഇത്ര ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു സംഖ്യയിലേക്ക് മാറ്റി. ആ സംഖ്യയിൽ നമ്മൾ എന്ത് ചെയ്യണം, വ്യാഖ്യാനിക്കണം, അല്ലേ. ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇത്രയാണ്, അപ്പോൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇത്രയാണ്. അങ്ങനെ നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഇൻ്റർപ്രിട്ടേഷൻ മസ്റ്റ് ബി ഡൺ കെയർഫുള്ളി, as wrong interpretation will lead to formulation of wrong policies and hence do more harm than good, അല്ലേ. നമ്മൾ ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് വളരെ കൃത്യമായിരിക്കണം. തെറ്റായ നിഗമനങ്ങളിൽ എത്തിച്ചേരുകയാണെങ്കിൽ അത് തെറ്റായ ഈ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ, കൺക്ലൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പുതിയ പോളിസി ഗവൺമെൻറ് ഉണ്ടാക്കുക, അല്ലേ. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ തെറ്റിയാൽ എന്ത് ചെയ്യും, പോളിസിയും തെറ്റും. അത് ഗുണത്തെക്കാളേറെ നമുക്ക് ദോഷമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഡാറ്റ ഇൻ്റർപ്രിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻവെസ്റ്റിഗേഷനിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ 6 സ്റ്റേജസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ പഠിച്ചു, അല്ലേ. ഡിഫൈനിങ് ദ പ്രോബ്ലം, കളക്ഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ, പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, അല്ലേ. അടുത്തതായിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള 2 മെത്തേഡുകളെ കുറിച്ചാണ് പഠിക്കുന്നത്, വിച്ച് ഈസ്
സെൻസസ് ആൻഡ് സാമ്പിളിംഗ്. എന്താണ് സെൻസസ്, എന്താണ് സാമ്പിളിംഗ്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇന്ത്യയുടെ സെൻസസ്, നമ്മളിപ്പോൾ മുന്നേ ഒരു ടേബിൾ കണ്ടു അല്ലേ? സെൻസസ് പ്രകാരം അല്ലേ, 2011 സെൻസസ് പ്രകാരമുള്ള ഒരു ജനസംഖ്യാ വളർച്ചയുടെ ടേബിളൊക്കെ നമ്മൾ കണ്ടു, പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ. അപ്പോൾ സെൻസസ് എന്ന് പറഞ്ഞാലും സാമ്പിളിംഗ് എന്ന് പറയുന്നതും 2 മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷനാണ്. ഡാറ്റ കളക്ട് ചെയ്യാനുള്ള 2 മെത്തേഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻസസ് എന്നും സാമ്പിളിംഗ് എന്നൊക്കെ പറയുന്നത്. സെൻസസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഡാറ്റ ഫ്രം എവ്രി ഇൻഡിവിജ്വൽ ഇൻ എ പോപ്പുലേഷൻ. ഒരു ജനസംഖ്യയിലുള്ള ഓരോ വ്യക്തിയുടെ കയ്യിൽ നിന്നും നമ്മൾ ഡാറ്റ ശേഖരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻസസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് കംപ്ലീറ്റ് ആൻഡ് അക്യുറേറ്റ് ഇൻഫർമേഷൻ ബട്ട് ക്യാൻ ബി ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ് അല്ലേ? ഇത് വളരെ കൃത്യവും നല്ല റിലയബിളുമായിട്ടുള്ള വിശ്വസനീയവുമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് സെൻസസിലൂടെ ലഭിക്കുന്നത്. കാരണം എന്താ, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ, നമ്മൾ എല്ലാവരുടെ അടുത്തും നേരിട്ട് പോയി ചോദിച്ചിട്ടാണ് ഈ ഡാറ്റ എടുക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ഇത് വളരെ ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ കേസിലാണെങ്കിൽ ഓക്കെ അല്ലേ? നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആളുകളുടെയും ജനസംഖ്യ എടുക്കണമെങ്കിൽ നമ്മൾ എല്ലാ വീടുകളിലും കയറി ഇറങ്ങണം അല്ലേ? ഇതിന് എത്ര സമയം എടുക്കും അല്ലേ? വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണിത്. അതുപോലെ എക്സ്പെൻസീവ് ആണ് അല്ലേ? ഓരോ സ്ഥലത്ത് എത്തിപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില സ്ഥലത്തേക്ക് വണ്ടി പോകുന്നുണ്ടാവില്ല, ചിലപ്പോൾ നടന്നു പോകണം, ചിലപ്പോൾ നല്ല കോസ്റ്റ്, നല്ല ചിലവ് വരുന്ന ഏരിയാസ് ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ പോയി വിവരങ്ങൾ ശേഖരിക്കുക എന്ന് പറയുമ്പോൾ അത് എക്സ്പെൻസീവ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, നാഷണൽ പോപ്പുലേഷൻ സെൻസസ് കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ടു കൗണ്ട് ഓൾ സിറ്റിസൺസ്. സെൻസസിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ത്യയിൽ എന്താണ്, ഓരോ 10 വർഷം കൂടുമ്പോഴും ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെൻസസ് സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജനസംഖ്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെ സെൻസസ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടുള്ളത് 2011. ഇപ്പോൾ 2022 ശരിക്കും നടക്കേണ്ടതായിരുന്നു. നമ്മുടെ ഈ കൊറോണയുടെയൊക്കെ ഒരു ബഹളത്തിൽ പെട്ടിട്ട് അങ്ങനെ പോയതാണ്. നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ അതിനുള്ള പ്രൊസീജിയേഴ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ അടുത്തായിട്ട് തന്നെ നമുക്ക് അടുത്ത സെൻസസും പ്രതീക്ഷിക്കാം. അപ്പോൾ സെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിലെ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് ചെന്നിട്ടും ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് സെൻസസ് എന്ന് പറയുന്നത് അല്ലേ? സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് സെലക്ടിങ് എ സ്മോളർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ ഫ്രം പോപ്പുലേഷൻ ടു ഗ്യാദർ ഡാറ്റ. അപ്പോൾ ഡാറ്റ കിട്ടാൻ വേണ്ടി എല്ലാവരുടെ അടുത്തും പോയി ചോദിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ നല്ല ചിലവുണ്ടാവും, അപ്പോൾ നമുക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും, സാമ്പിളിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യും. സാമ്പിളിംഗ് ടെക്നിക്സിൽ നമ്മൾ പോപ്പുലേഷനിൽ നമ്മൾ തിരഞ്ഞെടുത്ത കുറച്ച് ആളുകളിൽ നിന്ന് മാത്രം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നാഷണൽ ഇൻകം, രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടി എല്ലാ രാജ്യത്തു നിന്നും നമ്മൾ കുറച്ച് സാമ്പിൾ എടുത്തു, എല്ലാ സംസ്ഥാനത്തു നിന്നും നമ്മൾ എന്ത് ചെയ്യണം, നമുക്കുള്ള എല്ലാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും 1,00,000 ആളുകൾ അല്ലെങ്കിൽ ഒരു 2,00,000 ആളുകളെ എല്ലാ സംസ്ഥാനത്തു നിന്നും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും നാഷണൽ ഇൻകം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാഷണൽ ഇൻകം കണക്കാക്കാൻ സാധിക്കും അല്ലേ? അവരുടെ ഇൻഡിവിജ്വൽ ഇൻകം വെച്ചിട്ട് നമ്മൾ നാഷണൽ ഇൻകം ഒരു ഏകദേശം ഇത്ര ഉണ്ട് എന്നൊക്കെ കണക്കാക്കാൻ സാധിക്കും. അതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. It is quicker and more cost effective than census but may have some margin of error. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ, ഇതിൻ്റെ എളുപ്പപ്പണികൾ എന്തൊക്കെയാണ്, എന്താ വെച്ചാൽ പ്രയോജനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കഴിയും അല്ലേ? ക്വിക്കാണ്, അതുപോലെ തന്നെ നമുക്ക് ഇഫക്റ്റീവാണ് അല്ലേ? സെൻസസിനേക്കാൾ ഒന്നും കൂടി എളുപ്പത്തിൽ കഴിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചിലവൊക്കെ ചുരുക്കിയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എറേഴ്സിനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അതായത് തെറ്റ് സംഭവിക്കാം അല്ലേ? ഇപ്പോൾ ഈ പറയുന്ന കുറച്ച് ആളുകളുടെ ഡാറ്റ നമ്മൾ എടുത്താൽ നമുക്ക് ഇൻകം എടുക്കുകയാണ്, 1,00,000 ആൾക്കാരുടെ ഓരോ സ്റ്റേറ്റിൽ എടുക്കുകയാണെങ്കിൽ അതല്ലാതെയും ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ ഇൻകം ചിലപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ടതായിരിക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സാമ്പിൾ തെറ്റിപ്പോയാൽ നമ്മുടെ മൊത്തം ഡാറ്റ തെറ്റും. ഡാറ്റ തെറ്റിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പോളിസിയും തെറ്റും അല്ലേ? ആ ഡാറ്റൻ്റെ ബേസ് ചെയ്താണ് നമ്മൾ കൺക്ലൂഷൻസ് ഉണ്ടാക്കുന്നത്. കൺക്ലൂഷൻസിൻ്റെ ബേസിലാണ് ഗവൺമെൻറ് പുതിയ പോളിസി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ, സർവേ കണ്ടക്റ്റഡ് ഓൺ 1,000 people to estimate the opinions of entire country. നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 1,000 ആൾക്കാരിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. നമ്മൾ ഈ 1000 ആൾക്കാരുടെ അഭിപ്രായത്തിൻ്റെ ബേസിൽ ഇന്ത്യ വളരെ നല്ല രാജ്യമാണ്, അല്ലെങ്കിൽ ഈ 1000 ആൾക്കാരുടെ ഒപ്പീനിയൻ്റെ ബേസിൽ ഇന്ത്യ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ തെറ്റാവാൻ ശരിയാവുകയൊക്കെ ചെയ്യാം അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. സാമ്പിളിംഗ് എന്ന് പറയുന്നതിന് ഒരുപാട് എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ,
അപ്പോൾ സെൻസസ് എന്താണ്, സാമ്പിളിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു ഉൽപ്പാദന യൂണിറ്റിലെ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെ അടുത്തും പോയി ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സെൻസസ് എന്ന് പറയുന്നു. വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ നിന്ന് മാത്രം ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, സാമ്പിളിംഗ് എന്ന് പറയുന്നു. അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പരിധികൾ, പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇറ്റ് ഡസ് നോട്ട് സ്റ്റഡി ദ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് എ പ്രോബ്ലം. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ക്വാണ്ടിറ്റി അളവിൻ്റെ രൂപത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവഗണിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡീസ് ഓൺലി ഫാക്ട്സ് വിച്ച് ക്യാൻ ബി മെഷേർഡ് quantitatively, but qualitative phenomena like honesty, intelligence, poverty cannot be studied in statistics unless these attributes are expressed in terms of numerals. അല്ലേ, ഓണസ്റ്റി എത്രയുണ്ട്, അതുപോലെ പോവർട്ടി അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കുന്നില്ല. കാരണം ഇതൊന്നും നമുക്ക് പലപ്പോഴും അളക്കാൻ സാധിക്കില്ല. ഒരാളുടെ ഓണസ്റ്റി, ഒരാളുടെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് നമുക്ക് അളക്കാൻ സാധിക്കില്ല. അപ്പോൾ അവ ഒരു നമ്പറിൻ്റെ രൂപത്തിൽ ഇല്ലാത്ത ഒരു സാധനത്തിനെയും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ഇറ്റ് ഡസ് നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽസ്. വ്യക്തികളെ കുറിച്ച് പഠിക്കുന്നില്ല. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ ഫീച്ചർ പറഞ്ഞു അഗ്രഗേറ്റ് ഓഫ് ഫാക്റ്റ് ആണ്. അല്ലേ, ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു ഫാക്റ്റിൻ്റെ വിവരങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ലോസ് ആർ ട്രൂ ഓൺലി ഓൺ ആവറേജ്. ഒരു ശരാശരി ശരിയാവാനും തെറ്റാവാനൊക്കെ സാധ്യതയുണ്ട്. അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ ബേസിൽ നമ്മൾ രൂപപ്പെടുത്തുന്ന ലോസ് ഒക്കെ ഒരു ആവറേജ് തരത്തിൽ ശരിയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പൂർണ്ണമായും ശരിയാണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതതിൻ്റെ മറ്റൊരു പോരായ്മയാണ്. അടുത്തായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി മിസ്യൂസ്ഡ്. അല്ലേ, ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ദ റിസൾട്ട്സ് ഒബ്റ്റെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് അക്കോർഡിംഗ് ടു വൺസ് ഓൺ ഇൻട്രസ്റ്റ് വിച്ച് ക്യാൻ ബി മിസ്ലെഡ് ബൈ ദ കമ്മ്യൂണിറ്റി. അല്ലേ, ഇപ്പോൾ നമ്മുടെ താല്പര്യത്തിന് അനുസരിച്ച് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയെ പലപ്പോഴും വളച്ചൊടിക്കാൻ സാധിക്കും. ശരിയായ ഡാറ്റ കിട്ടണമെന്നും പല സന്ദർഭങ്ങളിൽ നിർബന്ധം പിടിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അത്തരം സമയത്ത് നമ്മളെന്താണ് ഈ ഡാറ്റയെ ദുരുപയോഗപ്പെടുത്തി അതിന് ദോഷകരമായിട്ട് പല ആളുകളും ഉപയോഗിച്ചേക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് അഞ്ചാമത്തെ പോരായ്മ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട്സ് ലാക്ക് മാത്തമാറ്റിക്കൽ അക്യുറസി. അപ്പോൾ ഈ ഒരു കണക്കിൻ്റെ ഒരു കൃത്യത നമ്മുടെ മാത്തമാറ്റിക്സിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളുടെയും അത്രയും കൃത്യത സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. ദ റിസൾട്ട്സ് ഡ്രോൺ ഫ്രം സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആർ നോർമലി ഇൻ അപ്രോക്സിമേഷൻസ് ആണ്. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ ബേസിൽ നമ്മൾ പറയുന്ന കൺക്ലൂഷൻസ് ഒക്കെ ഒരു ഏകദേശമാണ്, അപ്രോക്സിമേഷനാണ്. അല്ലാതെ അത് 100% ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ് ആർ ഫെയിലിയർ ഇൻ ദ ഫീൽഡ്സ് വേർ 100% accuracy is desired. അല്ലേ, 100% മുഴുവൻ കറക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്ന പല ഫീൽഡിലും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത്തരം കേസിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റയെക്കുറിച്ചാണ്. ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വിവിധ വഴികൾ അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ഡാറ്റ ഉണ്ട് എന്നൊക്കെയാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് തരംതിരിക്കാം. പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. അല്ലേ, പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്റ്റായിട്ട് പോയി ശേഖരിച്ചു കൊണ്ടുവരുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അല്ലേ, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെ, അതുപോലെ എന്താണ് സെക്കൻഡറി ഡാറ്റ, നേരത്തെ വേറെ ആൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുക, സെക്കൻഡറി ഡാറ്റ. അപ്പോൾ സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള സോഴ്സസ് ഏതൊക്കെയെന്നൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രൈമറി ഡാറ്റ, the data collected directly from respondent is called primary data. അപ്പോൾ ഒരു റെസ്പോണ്ടൻറ്റിൽ നിന്നും നേരിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റർ ഈസ് കോൾഡ് റെസ്പോണ്ടൻറ്റ്. അല്ലേ, നമ്മൾ ചോദ്യം ചോദിക്കുന്ന ആരോടാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്, ആ വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന വ്യക്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസ്പോണ്ടൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ ദസ് കളക്റ്റഡ് ഈസ് കോൾഡ്
called primary data and source of such information is called primary source. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് പോയി വിവരങ്ങൾ ശേഖരിക്കുന്ന അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അങ്ങനെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളെ, സോഴ്സസിനെയാണ് നമ്മൾ സോഴ്സസ് ഓഫ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഡാറ്റ ഈസ് ഒറിജിനൽ ബിക്കോസ് ഇറ്റ് ഈസ് കളക്റ്റഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് അല്ലേ. ആ ഇൻവെസ്റ്റിഗേറ്റർ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് കളക്ട് ചെയ്യായതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് ഹാൻഡ് ആയിരിക്കും, അതും ഒറിജിനലും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ പ്രൈമറി ഡാറ്റയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ്, ഇഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ കളക്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ സാലറീസ് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എംപ്ലോയീസ്. അപ്പോൾ നാഷണൽ ഓപ്പൺ സ്കൂളിംഗ് ഉണ്ട് അല്ലേ, ഓപ്പൺ സ്കൂളിംഗിലെ എംപ്ലോയീസിൻ്റെ സാലറിയെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു വിവരാന്വേഷകൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാം, പ്രൈമറി ഡാറ്റയാണ് അല്ലേ, അദ്ദേഹത്തിന് പ്രൈമറി ഡാറ്റ. അപ്പോൾ ഒരു നാഷണൽ ഓപ്പൺ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിൻ്റെ അടുത്തും നേരിട്ട് പോയി ഒരു ഇൻവെസ്റ്റിഗേറ്റർ വിവരം ശേഖരിക്കുകയാണെങ്കിൽ, ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, പ്രൈമറി ഡാറ്റ എന്ന് പറയാൻ പറ്റും അല്ലേ. ഇനി മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വിവിധ വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ അല്ലേ, നേരിട്ട് പോയി ഇൻ്റർവ്യൂ നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. ഇൻ ദിസ് മെത്തേഡ് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവർ എന്ന് വിളിക്കാം ഹാസ് ടു ബി ഫേസ് ടു ഫേസ് വിത്ത് എ പേഴ്സൺ ഫ്രം ഹും ഹി വാണ്ട്സ് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് ആരുടെ കയ്യിൽ, നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ, ഒരു വിവര അന്വേഷകനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആരുടെ കയ്യിൽ നിന്നാണോ വിവരം കിട്ടേണ്ടത് അയാളുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് മുഖാമുഖ സംഭാഷണം നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഫ്രം ഹും ദിസ് ഇൻഫർമേഷൻ ഇസ് കളക്ട് ഇസ് കോൾഡ് റെസ്പോണ്ടൻറ്റ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ആ വ്യക്തിയെ നമ്മൾ എന്ത് പറയും, റെസ്പോണ്ടൻറ്റ് എന്ന് പറയുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്ത് പറയും, ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവർ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേറ്ററും റെസ്പോണ്ടൻറ്റും തമ്മിലുള്ള ഫേസ് ടു ഫേസ് കോൺവെർസേഷനാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് അങ്ങനെ ഈ ഇൻ്റർവ്യൂയിലൂടെ നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം. രണ്ടാമതായിട്ടുള്ളൊരു വഴിയാണ് ഇൻഡയറക്റ്റ് ഓർ ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഓറൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. അണ്ടർ ദിസ് മെത്തേഡ് ഡാറ്റ ആർ കളക്റ്റഡ് ത്രൂ ഇൻഡയറക്റ്റ് സോഴ്സസ്. ഇങ്ങനെ നേരിട്ട് പോയി ചോദിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പരോക്ഷമായി ചോദിക്കുന്നതിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ ഇൻക്വയറി ആർ പുട്ട് ടു ഡിഫറെൻറ്റ് പേഴ്സൺസ് ആൻഡ് ദെയർ ആൻസേഴ്സ് ആർ റെക്കോർഡഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ ഇടനിലക്കാർ വഴിയൊക്കെ നമ്മൾ വിതരണം ചെയ്യുകയും അവരെന്ത് ചെയ്യണം, അവരുടെ ആൻസേഴ്സ് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുക. This method is most suitable when the person from whom information is sought is either unavailable or unwilling. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരാളുടെ അടുത്ത് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റെക്കോർഡിംഗ് അല്ലെങ്കിൽ ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, വാമൊഴിയായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ മെത്തേഡാണ് ക്വസ്റ്റനെയർ മെത്തേഡ്. ക്വസ്റ്റനെയർ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യാവലി തയ്യാറാക്കുക അല്ലേ. ഇൻ ദിസ് മെത്തേഡ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ കോൾഡ് questionnaire is prepared and sent to respondents either through post or given personally to them. അപ്പോൾ ഈ ഒരു ക്വസ്റ്റനെയർ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി ഒരു ക്വസ്റ്റനെയർ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് അത് നമ്മൾ നേരിട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴി നമ്മൾ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അവരിൽ നിന്ന് അവരത് ഫില്ല് ചെയ്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ക്വസ്റ്റനെയർ മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ വേർ ദ ഫീൽഡ് ഓഫ് എൻക്വയറി ഈസ് വൈഡ് അല്ലേ. നമുക്ക് കുറേ പഠിക്കാനെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റനെയർ മെത്തേഡ് യൂസ് ചെയ്താൽ മതി അല്ലേ. നമ്മുടെ സാമ്പിൾ അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് പ്രൈമറി ഡാറ്റ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്. ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് പോയിട്ട് വിവരം കളക്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഈ പ്രൈമറി ഡാറ്റ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ? ദ ഇൻവെസ്റ്റിഗേറ്റർ ക്യാൻ കളക്ട് ദ ഡാറ്റ അക്കോർഡിംഗ് ടു ഹിസ് റിക്വയർമെൻറ്റ് അല്ലേ. നമ്മളാണ് ഒരു പഠനം നടത്തുന്നത്, നമ്മളാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് നമ്മുടെ സ്റ്റഡിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമതായിട്ട് ഇറ്റ് ഈസ് റിലയബിൾ അല്ലേ, വിശ്വസനീയമാണ്. ആൻഡ് സഫിഷ്യൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലേ. നമുക്ക് മതിയാവുന്നതുമായിരിക്കും. കാരണം നമ്മളാണ് നേരിട്ട് പോയിട്ടാണ് നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ വിശ്വാസയോഗ്യവും നമുക്ക് ആവശ്യമുള്ളത്ര മതിയാവോളം വിവരം കിട്ടുമെന്നുള്ളതും ഇതിൻ്റെ ഗുണങ്ങളാണ്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് പ്രൈമറി ഡാറ്റ? ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് മണി, ടൈം ആൻഡ് എനർജി അല്ലേ. ഒരുപാട് പൈസയും ഒരുപാട് ചിലവാകുന്നു, ഒരുപാട് എനർജി, നമ്മുടെ സമയം ഒക്കെ വേസ്റ്റ് ആവാണ്. ഹിസ് മേക്ക്
അൺസ്യൂട്ടബിൾ വെൻ ദ ഫീൽഡ് ഓഫ് എൻക്വയറി ഈസ് വെരി വെരി ലാർജ്. അപ്പോൾ ഇത് നമ്മളെ ഒരു വലിയ വലിയ സ്റ്റഡിയൊക്കെ നടത്തുമ്പോൾ ഇത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ലാതാക്കി മാറ്റുന്നു. മെനി ടൈംസ് with some modifications, same purpose may be served by using data collected by other persons or agency. പല സമയത്തും പ്രൈമറി ഡാറ്റ പല ഏജൻസീസ് വഴിയൊക്കെ ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏജൻസീസിൽ എന്തെങ്കിലും അൺറിയലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വിശ്വസനീയമല്ലാത്ത അല്ലെങ്കിൽ അവരെന്തെങ്കിലും മാനിപ്പുലേഷൻസോ തട്ടിപ്പൊക്കെ ചെയ്താലും അത് നമ്മുടെ സ്റ്റഡിയെ ബാധിക്കും അല്ലേ. അടുത്ത ടൈപ്പാണ് സെക്കൻഡറി ഡാറ്റ അല്ലേ. സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് നേരത്തെ വേറൊരു വ്യക്തി കളക്ട് ചെയ്ത് അദ്ദേഹം ഒരു സൈറ്റിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡാറ്റ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയും. അനദർ വേസ് ടു അഡോപ്റ്റ് ദ ഡാറ്റ ഓൾറെഡി കളക്റ്റഡ് ബൈ സമ്മൺ എൽസ്. അതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് അല്ലേ. ഡാറ്റ ഓൾറെഡി കളക്റ്റഡ് ബൈ സമ്മൺ എൽസ്. ദ ഇൻവെസ്റ്റിഗേറ്റർ ഓൺലി അഡോപ്റ്റ്സ് ഡാറ്റ. ആ ഡാറ്റ നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ thus obtained is called secondary data. അപ്പോൾ ഇങ്ങനെ വേറൊരാളുടെ ഡാറ്റ നമ്മൾ നമ്മുടെ സ്റ്റഡിക്ക് യൂസ് ചെയ്യുന്നതിനാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ദ സോഴ്സ് ഓഫ് സച്ച് ഇൻഫർമേഷൻ ഇസ് കോൾഡ് സെക്കൻഡറി സോഴ്സ്. അപ്പോൾ സെക്കൻഡറി ഡാറ്റ കിട്ടുന്ന സോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സെക്കൻഡറി ഡാറ്റ സോഴ്സസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സെക്കൻഡറി ഡാറ്റയ്ക്ക് എക്സാമ്പിൾ ആണ് ഇഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ കളക്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് സാലറീസ് ഓഫ് എംപ്ലോയീസ് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഫ്രം ദ സാലറി രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ബൈ ഇറ്റ്സ് അക്കൗണ്ട്സ് ബ്രാഞ്ച് ദെൻ ഇറ്റ് ഈസ് സെക്കൻഡറി ഡാറ്റ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു അല്ലേ. പ്രൈമറി ഡാറ്റ ആണെങ്കിൽ നമ്മൾ നാഷണൽ ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ എംപ്ലോയീസിൻ്റെ സാലറി കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ എംപ്ലോയീസിനോട് നേരിട്ട് പോയി ചോദിക്കുകയാണ് ചെയ്യുക. സെക്കൻഡറി ഡാറ്റ ആണെങ്കിൽ അവരുടെ മാസമുള്ള രജിസ്റ്ററിൽ ഓരോരുത്തർക്കും എത്രയാണ് ശമ്പളം കൊടുക്കുന്നത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അത് പോയി നോക്കിയാൽ മതി. അത് ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള ആ ഡാറ്റ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സെക്കൻഡറി ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. ഇനി സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ നമുക്ക് കിട്ടുന്ന സോഴ്സസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള സോഴ്സിനെ അല്ലെങ്കിൽ കളക്ട് ചെയ്യാനുള്ള രീതിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പബ്ലിഷ്ഡ് ഡാറ്റ, അൺപബ്ലിഷ്ഡ് ഡാറ്റ. പബ്ലിഷ്ഡ് സോഴ്സിൽ നിന്നും അൺപബ്ലിഷ്ഡ് സോഴ്സിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് സെക്കൻഡറി ഡാറ്റ കിട്ടുന്നു. പബ്ലിഷ്ഡ് സോഴ്സ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് there are certain agencies which collect data and publish them in the form of either regular journals or report. ചില ആളുകൾ അല്ലെങ്കിൽ ചില ഏജൻസീസ് ഒക്കെ റെഗുലറായിട്ട് കൃത്യമായ ഇടവേളകളിൽ ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ചില ജേർണലുകളൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇത്തരം ഏജൻസീസിൻ്റെ സോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് താഴെ പറയുന്നത്. പബ്ലിഷ്ഡ് സോഴ്സസിൻ്റെ എക്സാമ്പിളാണ് താഴെ പറയുന്നതൊക്കെ. ഒന്നാമത് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. ഈ ഏജൻസി എന്തിനെക്കുറിച്ച്, നമ്മുടെ ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല ഡാറ്റയും പുറത്തുവിടുന്നത് നമ്മുടെ CSO ആണ്. ഇറ്റ് പബ്ലിഷസ് ഡാറ്റ ഓൺ നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തെക്കുറിച്ച്, സേവിങ്സിനെ കുറിച്ച്, ക്യാപിറ്റൽ ഫോർമേഷനെ കുറിച്ചൊക്കെ പബ്ലിക്കേഷൻസ് അവർ CSO എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ടുള്ള ഇൻ്റർവെൽസിൽ CSO എന്ന് പറയുന്ന ഏജൻസി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് in a publication called National Accounts Statistics. ഇവർ നാഷണൽ അക്കൗണ്ട്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ജേർണലിൽ അല്ലെങ്കിൽ ആ ഒരു പബ്ലിക്കേഷനിലൂടെയാണ് ഇവർ നാഷണൽ ഇൻകത്തെക്കുറിച്ചും സേവിങ്സിനൊക്കെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ് NSSO എന്ന് പറയുന്നത്. NSSOയിലൂടെ ദിസ് ഓർഗനൈസേഷൻ വിച്ച് ഈസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ധനകാര്യ മന്ത്രാലയത്തിൻ്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണിത്. ഇറ്റ് പ്രൊവൈഡ്സ് ഡാറ്റ ഓൺ ഓൾ ആസ്പെക്ട് ഓഫ് നാഷണൽ എക്കോണമി. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ ആസ്പെക്റ്റിനെ കുറിച്ചും ഇവർ റിപ്പോർട്ട് ഇറക്കാറുണ്ട്. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, എംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, ഇതിനെക്കുറിച്ചൊക്കെ, ദാരിദ്ര്യത്തെക്കുറിച്ചും കാർഷിക മേഖലയെക്കുറിച്ചും വ്യാവസായിക മേഖലയെക്കുറിച്ചും ഒക്കെ ഇവരെന്ത് ചെയ്യാറുണ്ട്, ഇവർ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ധനകാര്യ മന്ത്രാലയത്തിൻ്റെ അണ്ടറിലുള്ള ഒരു ഏജൻസിയാണ്. CSO എന്ന് പറയുന്നത് എന്താണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. അടുത്തത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പല സമയത്തും നമ്മുടെ കേന്ദ്ര ബാങ്കായിട്ടുള്ള RBI പല റിപ്പോർട്ടുകളും പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇറ്റ് പബ്ലിഷസ് ഫിനാൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ധനകാര്യപരമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പബ്ലിക്കേഷൻസ് ഒക്കെയാണ് നമ്മുടെ RBI പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ്സ് പബ്ലിക്കേഷൻസ് ആർ റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ്, കറൻസിയിലും ഫിനാൻസിലുള്ള റിപ്പോർട്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബുള്ളറ്റിൻ, RBI ബുള്ളറ്റിൻ, പിന്നെ അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് റിലേറ്റഡ് ടു ബാങ്ക്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ബാങ്കുകളൊക്കെ നിയന്ത്രിക്കുന്നത് RBI ആണ്. അപ്പോൾ ഇന്ത്യയിലെ ബാങ്കുകളുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കിൻ്റെ ഒക്കെ റിപ്പോർട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് RBI ആണ്.
അടുത്തതായിട്ട് ലേബർ ബ്യൂറോ എന്ന് പറയുന്നത് ഇറ്റ്സ് പബ്ലിക്കേഷൻസ് ആർ ഇന്ത്യൻ ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ബുക്ക്, അതുപോലെ ജേണൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ലേബർ ഇയർ ബുക്ക് ആൻഡ് ഇന്ത്യൻ ലേബർ ജേണൽ, ഇത്തരം സാധനങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ലേബർ ബ്യൂറോ എന്ന് പറയുന്ന ഏജൻസിയാണ്. അഞ്ചാമതായിട്ട് പോപ്പുലേഷൻ സെൻസസ്. It is undertaken by the Office of the Registrar General, Census of India, Ministry of Home Affairs. നമ്മുടെ ആഭ്യന്തര വകുപ്പിലെ രജിസ്ട്രാർ ജനറൽ ആണ് സെൻസസിനെ കുറിച്ചുള്ള ഡാറ്റ, സെൻസസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വിടാറുള്ളത്. ഇറ്റ് പ്രൊവൈഡ്സ് അസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ പോപ്പുലേഷൻ, പെർ ക്യാപിറ്റ ഇൻകം, ലിറ്ററസി, നമ്മുടെ സാക്ഷരതാ നിരക്ക് എത്ര ഉണ്ട്, പോപ്പുലേഷൻ എത്രത്തോളം വളരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഡാറ്റ കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും? നമ്മുടെ പോപ്പുലേഷൻ സെൻസസിൽ നിന്നാണ്. അത് ഹോം അഫെയേഴ്സിലെ നമ്മുടെ ആഭ്യന്തര വകുപ്പിലെ സെക്രട്ടറി ഓഫ് രജിസ്ട്രാർ ആണ് ഈ ഒരു ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നത്. അടുത്തത് ആറാമതായിട്ട് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻ. പേപ്പറിൽ നിന്ന്, പത്രങ്ങളിൽ നിന്നും അതുപോലെ മാഗസിനുകളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടാറുണ്ട് അല്ലേ? ജേർണൽസ് ലൈക്ക് ക്യാപിറ്റൽ, കൊമേഴ്സ്, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി, പിന്നെ അതുപോലെ ന്യൂസ് പേപ്പേഴ്സ് ആയിട്ടുള്ള ദ എക്കണോമിക് ടൈംസ്, ഹിന്ദു, അങ്ങനത്തെ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പബ്ലിഷ് ചെയ്യുന്ന പേപ്പേഴ്സും മാഗസിൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് സെക്കൻഡറി ഡാറ്റ കിട്ടുന്നത്. ഇനി അൺപബ്ലിഷ്ഡ് സോഴ്സസ്. ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന ഏജൻസീസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അൺപബ്ലിഷ്ഡ് സോഴ്സസ് ഏതൊക്കെയാണ്? സെക്കൻഡറി ഡാറ്റ ആർ ഓൾസോ അവൈലബിൾ ഫ്രം അൺപബ്ലിഷ്ഡ് സോഴ്സസ് ബിക്കോസ് ഓൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഈസ് നോട്ട് ഓൾവേസ് പബ്ലിഷ്ഡ്. എല്ലാ വിവരങ്ങളും ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, പബ്ലിഷ് ചെയ്യണമെന്നില്ല. ചില വിവരങ്ങൾക്ക് പബ്ലിഷ് ചെയ്യപ്പെടാത്തതായിരിക്കും, ചിലത് അതിൻ്റെ രഹസ്യ സ്വഭാവം കൊണ്ടൊക്കെ ആയിരിക്കും. ഇനി ഫോർ എക്സാമ്പിൾ, ഇൻഫർമേഷൻ റെക്കോർഡഡ് ഇൻ വേരിയസ് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഓഫീസ്. ഗവൺമെൻറ് ഓഫീസുകളിലെയും പ്രൈവറ്റ് ഓഫീസുകളിലെയും രഹസ്യ സ്വഭാവമുള്ള ചില കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യപ്പെടാറില്ല, അല്ലെങ്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്യപ്പെടാറില്ല, പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാറില്ല. അതുപോലെ സ്റ്റഡീസ് മെയ്ഡ് ബൈ റിസർച്ച് സ്കോളേഴ്സിൻ്റെ പല പഠനങ്ങളും, അതൊന്നും ഇമ്പോർട്ടൻ്റ് സോഴ്സസ് ആണ് സെക്കൻഡറി ഡാറ്റയെക്കുറിച്ച് പഠിക്കാനുള്ള. അപ്പോൾ ഇതിൽ പല സാധനങ്ങളും നമ്മൾ പബ്ലിഷ് ചെയ്യാറില്ല, പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാറില്ല. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ മിലിറ്ററി ക്യാമ്പുകൾ അത് എവിടെയാണെന്നുള്ളതും, അതുപോലെ എത്ര ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം, ഇതൊക്കെ വളരെ രഹസ്യ സ്വഭാവമുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ കുറിച്ചുള്ള ഡാറ്റകൾ നമ്മൾ പബ്ലിഷ് ചെയ്യാറില്ല. അത് അത്രയും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ലഭിക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ പബ്ലിഷ്ഡ് സോഴ്സിനും അൺപബ്ലിഷ്ഡ് സോഴ്സിനും ഒക്കെ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? സെക്കൻഡറി ഡാറ്റ കിട്ടാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചത്? എന്തൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വിവിധ വഴികൾ, പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻ എന്താണ്, പിന്നെ അതുപോലെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വിവിധ വഴികൾ ഏതൊക്കെ, സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വിവിധ വഴികൾ ഏതൊക്കെ എന്നൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത യൂണിറ്റായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സീ യു ഓൾ.